അപ്പം നമ്മൾ ഈ എക്സസൈസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മുഖത്തൊരു തെളിച്ചവും ഒരു കാന്തിയും ഒക്കെ അതിന് കാരണം ഇൻക്രീസ്ഡ് ബ്ലഡ് സർക്കുലേഷൻ ആണ്. അതായത് രക്തഓട്ടം ഭേദപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്ലോ ഒക്കെ വരുന്നത്. ഡീടോക്സിഫിക്കേഷനും യൂസ്ഫുൾ ആണ്. അതോടുകൂടി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ലെവൽ കൂടും, സീറോട്ടോണിൻ അതിൻ്റെ ലെവൽ കൂടും. അപ്പം നമുക്കൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ് വരും. മേക്കപ്പ് ഒരിക്കലും ഇടരുത്, പക്ഷേ സൺസ്ക്രീൻ നിർബന്ധമായി അപ്ലൈ ചെയ്തിന്. ഇതിനോടൊപ്പം തന്നെ ഷൂസും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ആർ ഓൺ അവർ ഫീറ്റ്. പലരും മറക്കുന്ന ഒരു കാര്യമുണ്ട്. എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു ഷവർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ബോഡി വാഷ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഹായ്, ഞാൻ പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സസൈസും ചെയ്താൽ നമുക്ക് ശരീരത്തിനും സ്കിന്നിനും ഗുണകരമാണെന്ന്. അപ്പോൾ ഇന്ന് അത് എങ്ങനെയാണോ എന്നുള്ളത് ചുരുക്കത്തിലൊന്ന് പറയാം. അപ്പം നമ്മൾ ഈ എക്സസൈസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മുഖത്തൊരു തെളിച്ചവും ഒരു കാന്തിയും ഒക്കെ ഉണ്ടാവും. അപ്പം അതിന് കാരണം ഇൻക്രീസ്ഡ് ബ്ലഡ് സർക്കുലേഷൻ ആണ്. അതായത് രക്തഓട്ടം ഭേദപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്ലോ ഒക്കെ വരുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു മസിൽസൊക്കെ ഇങ്ങനെ കുറച്ച് ടോട്ടായി ഒരു ആൻറ്റി ഏജിങ് ഇഫക്റ്റ് ഉണ്ടാവും. പിന്നെ പ്രോട്ടീൻ പ്രൊഡക്ഷൻ കൂട്ടും. അത് വരുമ്പോൾ ഒരു യൂത്ത്ഫുൾനെസ്, ഒരു ചെറുപ്പം ആയി എന്നൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നും. മുഖം പിന്നെ ശരീരം ഇങ്ങനെ ഫ്രഷ് ആവും. അപ്പോൾ മുഖത്ത് സ്കിൻ ബാക്കി ശരീരത്തിലുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്തും ഇതേ ഇഫക്റ്റാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ അവിടുത്തെ സ്കിൻ ടെക്സ്ചറും പിന്നെ ആ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി, അതായത് ഇമ്മ്യൂണിറ്റീനെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും എക്സസൈസ് റുട്ടീനായിട്ട് റെഗുലറായിട്ട് ചെയ്താൽ. രക്തോട്ടം ശരീരത്തിൽ ഭേദപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശം, അതായത് ടോക്സിൻസ്, അതൊക്കെ ഇങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ലെവൽ കൂടും, സീറോട്ടോണിൻ അതിൻ്റെ ലെവൽ കൂടും. അപ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ മുഖത്തിങ്ങനെ തെളിയും. അപ്പോഴാണ് നല്ലൊരു ലുക്ക്, ഒരു ഫ്രഷ് ലുക്ക്, ഒരു ഹാപ്പി ലുക്ക് വരുന്നത്. എക്സസൈസ് ചെയ്ത് എല്ലാവരും നല്ലോണം ഹാപ്പിയൊക്കെയാണ്. പക്ഷേ ചിലർ പറയാറുണ്ട് പിമ്പിൾസ് കൂടുന്നു, പിന്നെ ശരീരത്തിൽ നിന്ന് സ്മെല്ല് വരുന്നു, സ്വെറ്റിങ് കൂടുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജിമ്മിലോ അല്ല വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ മേക്കപ്പ് ഒരിക്കലും ഇടരുത്. പക്ഷേ സൺസ്ക്രീൻ നിർബന്ധമായി അപ്ലൈ ചെയ്തിരിക്കണം. എന്നാലേ നമുക്ക് ആ UV പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. പിന്നെ ചില ഫാബ്രിക്സ് ഉണ്ട്, മോയ്സ്ചർ വിക്കിംഗ് ഫാബ്രിക്സ് എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ കുറച്ചൊരു ട്രെൻഡിയാണ്, കുറച്ച് ഫാഷനബിളാണ്. അത് ചിലർക്ക് സൂട്ട് ചെയ്യും, ചിലർക്ക് അത് ഭയങ്കര ഫിഗർ ഹഗ്ഗിങ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഫ്രിക്ഷൻ വന്ന് മറ്റേ ഒരഞ്ഞൊരഞ്ഞ് ഇറിറ്റേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ, അത് ഇഷ്ടമാണ്, കംഫർട്ടബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടാം. അല്ലാണ്ട് അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ മോയ്സ്ചർ അതിനെ അബ്സോർബ് ചെയ്യും. ഈ ചില ഫാബ്രിക്സ് ഉണ്ട് മോയ്സ്ചർ അബ്സോർബിങ് ആയിട്ടുള്ള ഫാബ്രിക്സ്. ഇതിനോടൊപ്പം തന്നെ ഷൂസും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ എപ്പോഴും വി ആർ ഓൺ അവർ ഫീറ്റ്. അപ്പോൾ പ്രഷർ പോയിന്റ്സിൽ ഈ തഴമ്പ് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് കാലോസിറ്റീസ്, സ്കിൻ തിക്കനിങ്, ഫിഷേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഷൂ ഇട്ടിട്ടില്ലെങ്കിൽ അത് കൂടും. പിന്നെ നമുക്ക് അത് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ എക്സസൈസ് ചെയ്യാൻ വരാൻ പറ്റാണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും നിൽക്കണ്ട. അപ്പോൾ അത് ഒരു ഫിറ്റിംഗ് ഷൂസ് വാങ്ങി ധരിക്കണം, അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തു, അതായത് നമ്മൾ സൺസ്ക്രീൻ ഇട്ടു, നമ്മൾ പ്രോപ്പർ ക്ലോത്ത്സ് ഇട്ടു, ഫിറ്റിംഗ് ഷൂസ് ഇട്ടു, എക്സസൈസ് ഒക്കെ ചെയ്തു, എല്ലാവരും ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് പലരും മറക്കുന്ന ഒരു കാര്യമുണ്ട്. എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ക്ഷീണിച്ച് കിടക്കുകയായി, വാഷ് ചെയ്യില്ല, ഫേസും ബോഡിയൊന്നും വാഷ് ചെയ്യില്ല. അപ്പോൾ വേർപ്പൊക്കെ ഒന്ന് പോയി ഉടനെ തന്നെ ഒരു ഷവർ ചെയ്യണത് നല്ലതാണ്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്വെറ്റിങ്ങും ഉണ്ടാവും, എക്സസ് സീബം പ്രൊഡക്ഷനും ഉണ്ടാവും. അതൊക്കെ പോയിട്ട് പോഴ്സിനെയൊക്കെ ക്ലോഗ് ചെയ്ത് പിമ്പിൾസും അതുപോലെ തന്നെ റെഡ്നെസ്, ഇറിറ്റേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു 15 to 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ
ഷവർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ബോഡി വാഷ് എടുക്കുന്നത് നല്ലതായിരിക്കും. അതും പിമ്പിൾസ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു സാലിസിലിക് ആസിഡ് കണ്ടെയ്നിങ് വാഷ് ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ബെൻസോയിൽ പെറോക്സൈഡ് കണ്ടെയ്നിങ് ക്ലെൻസർ അത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇത് നമ്മൾ പിമ്പിൾസ് തടയാനുള്ളതാണ് പറഞ്ഞത്, ഈ സാലിസിലിക് ആസിഡ് ഉള്ള ക്ലെൻസറും BPO ഉള്ള ക്ലെൻസറും ഒക്കെ. വേർപ്പ് വരാതിരിക്കാൻ ഡിയോഡ്രൻസ് യൂസ് ചെയ്യാം. ഡിയോഡ്രൻസ് യൂസ് ചെയ്യുമ്പോൾ അതിൽ പാരബൻ ഫ്രീ ആയിട്ടുള്ള ഡിയോഡ്രൻസ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അതിന് ചില ഹെൽത്ത് കൺസേൺസ് ഉണ്ട്. ചിലർ പറയും അലുമിനിയം ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നൊക്കെ. അതൊന്നും സ്റ്റഡീസൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാവുന്നതാണ്. പാരബനെ ഒന്ന് സൂക്ഷിക്കുക, പാരബൻ ഇല്ലാത്ത പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും എക്സസൈസ് ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ സ്കിൻ കെയർ, അതിൻ്റെ പ്രീ കെയറും പോസ്റ്റ് കെയറും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു നല്ല പരിധി വരെ സ്കിൻ ഇൻഫെക്ഷൻസ് ആയാലും പിമ്പിൾസ് ആയാലും പിന്നെ ഈ സ്കിൻ അലർജീസ് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു 30 to 45 മിനിറ്റ്സ് എക്സസൈസ് ദിവസവും ചെയ്യണം. എല്ലാ ഏജിലുള്ള ആൾക്കാരും ചെയ്യണം. അതിപ്പോൾ നമുക്ക് വെയ്റ്റ്സ് വേണോ അതോ റണ്ണിങ് ചെയ്യണോ അതൊക്കെ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഗോൾ അനുസരിച്ച്. പക്ഷെ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്തിരിക്കണം. അതിനോടൊപ്പം പ്രീ കെയറും പോസ്റ്റ് കെയറും എടുക്കണം കേട്ടോ. ഓക്കെ, ബൈ.